الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لإيلاف قريش إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف صدق الله العلي العظيم ബഹുമാനിതരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ഭയപ്പെട്ടും പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി തഖ്വയുടെ പാതയിൽ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അർഹമർ റഹീമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ജീവിതത്തിന്റെ ഉടമകളായി അവസാനം ശ്വാസം വരെയും നിലനിന്നു പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ മുസ്ലിം ലോകം ദുൽഹജ്ജ് മാസത്തിലെ ആദ്യ ദിനങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചതുപോലെ അമലുകൾക്ക് ഏറെ ശ്രേഷ്ഠതയുള്ള പകലുകളാണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ മാ മിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹ് ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം യഅനി അയ്യാമുൽ അശ്ർ. അല്ലാഹുവിൻ്റെ അടുത്ത് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ മറ്റ് ഏത് ദിവസത്തെക്കാളും ശ്രേഷ്ഠമായ 10 പകലുകൾ, ആ 10 പകലുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് അല്ലാഹുവുമായി ആത്മബന്ധം നിലക്കെട്ടുറപ്പിക്കാൻ ഓരോരുത്തരും സാധ്യമാകുന്ന വിധം പരിശ്രമിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അമലുകൾ അധികരിപ്പിക്കുന്നതോടൊപ്പം അരുതായ്മകളിൽ നിന്നും അകന്നു നിൽക്കാൻ നമ്മൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇന്ന് ഹാജിമാർ ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മിനായിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നാളെ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിലെ ഏറ്റവും സുപ്രധാനമായ കർമ്മമായ അറഫയാണ്. ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നും എത്തിച്ചേർന്ന ഏകദേശം 20 ലക്ഷത്തോളം ഹാജിമാർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജീവിതത്തിന്റെ അഭിലാഷമായ പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ഒരുങ്ങുന്ന ഈ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല
വളരെ സമാധാനപരമായും വളരെ ശാന്തമായും ഹജ്ജിന്റെ എല്ലാ നന്മകൾ നേടിയെടുക്കുന്ന സ്വഭാവത്തിലും പരിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തീകരിക്കുവാൻ മുഴുവൻ ഹാജിമാരെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും നമ്മുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിന് അവസരം ലഭിച്ചിട്ടില്ലാത്തവർക്ക് അല്ലാഹു അവന്റെ പരിശുദ്ധ ഭവനത്തിലെത്തി ഹജ്ജ് നിർവഹിക്കുവാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ കഅബ മന്ദിരം ഒന്ന് കൺകുളിർക്കെ നേരിൽ കാണുക എന്നത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അനുഭൂതി നൽകുന്നതാണ്. നമ്മളൊക്കെ 5 നേരവും നമസ്കാരത്തിൽ അഭിമുഖീകരിക്കുന്നത് പടച്ചവന്റെ ആ ഭവനത്തെയാണ്. ലോകത്ത് കഴിഞ്ഞുപോയ കോടാനുകോടി വിശ്വാസികൾ അവരുടെ അന്ത്യവിശ്രമ സമയത്ത് അതിന് നേരെയാണ്, പരിശുദ്ധ ഭവനത്തിന് നേരെയാണ് മുഖം തിരിച്ചു വച്ചിരിക്കുന്നത്. ലോകത്തെമ്പാടുമുള്ള മുഴുവൻ പള്ളികളുടെയും മിഹ്റാബ് തിരിഞ്ഞു നിൽക്കുന്നതും പരിശുദ്ധ കഅബയുടെ നേരെയാണ്. എന്നാൽ നമ്മളൊക്കെ കാണുന്നത് പോലെ, മനസ്സിലാക്കുന്നത് പോലെ പടച്ചവന്റെ ഭവനം നമ്മുടെയൊക്കെ നാട്ടിലുള്ള പള്ളികളുടെ അത്ര പോലും കാഴ്ചക്ക് അത്ര സുന്ദരമൊന്നുമല്ല. വലിയ ഒത്തുപണികളോ മികച്ച കലാ സൗന്ദര്യമോ അല്ലെങ്കിൽ നിർമ്മാണ മികമോ അതല്ലെങ്കിൽ ശില്പ ഭംഗിയോ ഒന്നും നമുക്ക് പരിശുദ്ധ കഅബയിൽ കാണാൻ കഴിയുകയില്ല. കേവലം 12 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും ഒരു 15 മീറ്റർ വരെ ഉയരവുമുള്ള ഒരു ഘന ചതുരത്തിലുള്ള അതീവ ലളിതമായ ദൈവിക ഭവനമാണ് പരിശുദ്ധ കഅബ എന്ന് പറയുന്നത്. അതോടൊപ്പം ആ കഅബയുടെ അകം ശൂന്യമാണ്. യാതൊരു വിധത്തിലുള്ള ഇന്റീരിയർ ഡിസൈനുകളും അതിൽ നമുക്ക് കാണുക സാധ്യമല്ല. അതേസമയം നിർമ്മാണ ചാതുരിയോ ശില്പ ഭംഗിയോ കലകളോ ഒത്തുപടികളോ ഒന്നുമില്ലെങ്കിലും അതുല്യവും അസാധാരണവുമായ ഒരു ആകർഷണീയത അല്ലാഹുവിന്റെ ഭവനത്തിനുണ്ട്. അലൗകികമായ ഒരു സൗന്ദര്യം ആ ഘന ചതുരത്തിന് ഉള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്ര കണ്ടാലും കൊതി തീരാത്ത, എത്ര കാണുന്നവരും പിന്നെയും കാണാൻ കൊതിക്കുന്ന ഒരു കാഴ്ചയാണ് അല്ലാഹുവിന്റെ ഭവനത്തിനുള്ളത്. ലോകത്തിൽ ആദ്യമായി പടുതുയർത്തപ്പെട്ട വിശുദ്ധ മന്ദിരമാണ് പരിശുദ്ധ കഅബ എന്ന് ഖുർആൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകം വഹുദൽ ലിൽ ആലമീൻ. ലോകത്ത് മനുഷ്യർക്ക് വേണ്ടി പണികഴിപ്പിക്കപ്പെട്ട പ്രഥമ ഭവനമാണത് എന്നാണ് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ഹജ്ജിന്റെ കേന്ദ്ര ബിന്ദു ആ പരിശുദ്ധ കഅബയാണ്. ഹജ്ജ് എന്ന വാക്കിന്റെ അർത്ഥം ഉദ്ദേശിച്ച് പുറപ്പെടുക എന്നാണല്ലോ. ഹജ്ജിന് പോകുന്നവരുടെ പ്രത്യക്ഷത്തിലുള്ള ഉദ്ദേശം, അവരുടെ ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് അൽ ബൈത്ത്, ആ ഭവനമാണ്. ഹജ്ജുൽ ബൈത്ത് എന്നാണ് പ്രയോഗം. ആ ഹജ്ജുൽ ബൈത്ത്, ആ ഭവനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വിശ്വാസികൾ യാത്ര ചെയ്യുന്നത്. അപ്പൊ ഹജ്ജിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ കൽപ്പന ആ ഭവനവുമായി ബന്ധപ്പെടുത്തിയാണ് പരിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുന്നത്. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. പരിശുദ്ധ ഭവനത്തിൽ എത്തിച്ചേരാൻ കഴിവുള്ള ഓരോ മനുഷ്യനും ആ ഭവനത്തിൽ വന്നുകൊണ്ട് ഹജ്ജ് നിർവഹിക്കുക എന്നത് മനുഷ്യർക്ക് പടച്ചവനോടുള്ള ബാധ്യതയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ പല പേരുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കഅബയെ വിശേഷിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ ഭവനത്തെ ഖുർആൻ ഉപയോഗിച്ച ഒരു പ്രയോഗം അൽ ബൈത്തുൽ ഹറാം എന്നതാണ്. മസ്ജിദുൽ ഹറാം, അൽ ബൈത്തുൽ ഹറാം, ആദരണീയമായ ഭവനം, പവിത്രമായ ഭവനം, ബഹുമാനിക്കേണ്ട ഭവനം എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത് ബൈത്തുൽ അതീഖ് എന്നാണ്. ബൈത്തുൽ അതീഖ് വൽ യത്തഖഫു ബിൽ ബൈത്തുൽ അതീഖ് എന്ന ഖുർആനിലെ പ്രയോഗമുണ്ട്. ബൈത്തുൽ അതീഖ് എന്ന പ്രയോഗത്തിന് മുഫസ്സിറുകൾ വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ നൽകിയിട്ടുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന്റെ ഒരർത്ഥം പവിത്രമായ ഭവനം എന്നാണ്, അല്ലെങ്കിൽ പുണ്യകരമാക്കപ്പെട്ട ഭവനം എന്നാണ്. അതീഖ് എന്നതിന്റെ മറ്റൊരർത്ഥം ആർക്കും ഉടമപ്പെടുത്താൻ കഴിയാത്ത സ്വതന്ത്രമായ ഭവനം എന്നാണ്. എന്നാൽ ഒരുപാട് മുഫസ്സിറുകൾ ഈ അതീഖ് എന്ന പദത്തെ വിശദീകരിച്ചിട്ടുള്ളത് ചിരപുരാതനമായിട്ടുള്ളത് എന്നാണ്. പരിശുദ്ധ കഅബ മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ള ഭവനമാണ്. പരിശുദ്ധ കഅബയുടെ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തോളം പഴക്കമുള്ള ചരിത്രമാണ്. ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനം എന്നാണ്. ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട ആദ്യ ഭവനം, ജനങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതല്ല, ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട പ്രഥമ ഭവനം. ഇതിന്റെ വിശദീകരണത്തിൽ മുഫസ്സിറുകൾ പറയുന്നത് പരിശുദ്ധ കഅബയുടെ പ്രഥമ നിർമ്മാണം പടച്ചവൻ സാധിച്ചത് മലക്കുകളെ കൊണ്ടായിരുന്നു എന്നാണ്. മലക്കുകളാണ് പരിശുദ്ധ കഅബയുടെ പ്രഥമ നിർമ്മാണം സാധിച്ചത് എന്നതാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ചത് അതിന്റെ പുനർനിർമ്മാണമായിരുന്നു.
അപ്പൊ അത്രയും ചിരപുരാതനമായ ഭവനമാണ് പരിശുദ്ധ കഅബ എന്ന അർത്ഥത്തിലാണ് ബൈത്തുൽ അതീഖ് എന്ന ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് മുഫസ്സിറുകളിൽ പലരും അഭിപ്രായപ്പെട്ടതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന ഔവല ബൈത്തിൻ എന്നാണ് ഖുർആന്റെ പ്രയോഗം. ആദ്യത്തെ പള്ളി എന്നല്ല, ആദ്യത്തെ ദേവാലയം എന്നല്ല, മറിച്ച് ആദ്യ ഭവനം. ഇന്ന ഔവല ബൈത്തിൻ, നിശ്ചയമായും പ്രഥമമായ ഭവനം. അത് ദേവാലയമായാലും മനുഷ്യാലയമായാലും ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ടി പണിതീർത്തിട്ടുള്ള പ്രഥമ ഭവനമാണ് പരിശുദ്ധ കഅബ. ഭൂമിയുടെ ഒത്ത നടുവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ നിർമ്മാണം നടത്തിയിരിക്കുകയാണ്. ഭൂമിയുടെ ഒത്ത നടുവിലാണ് പരിശുദ്ധ കഅബ നിലകൊള്ളുന്നത്. നമ്മൾ ഇബ്രാഹിം അലൈഹിസ്സലാം നിർവഹിച്ചത് ആ ഭവനത്തിന്റെ പുനർനിർമ്മാണമായിരുന്നു. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലഘട്ടമാകുമ്പോഴേക്ക് ആ പരിശുദ്ധ കഅബ ഒരു ഭവനം എന്ന നിലയിൽ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഭവനം നിന്നിരുന്ന സ്ഥാനം, പരിശുദ്ധ കഅബ നിലനിന്നിരുന്ന സ്ഥാനം ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുക്കുകയായിരുന്നു എന്നാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത്. വൈദ് ബവ്വഅനാ ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്, വൈദ് ബവ്വഅനാ ഇബ്രാഹിമ മക്കാനൽ ബൈത്ത്. ഇബ്രാഹിമിന് നാം ആ കഅബ മന്ദിരത്തിന്റെ സ്ഥാനം നിർണയിച്ചു കൊടുത്ത സന്ദർഭം. അപ്പൊ മക്കാനൽ ബൈത്ത് എന്ന് പറയുമ്പോൾ ആ ഭവനത്തിന്റെ സ്ഥാനം മാത്രമല്ല, ഇസ്മായിൽ അലൈഹിസ്സലാം ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ, പിഞ്ചു പൈതലായിരുന്ന സന്ദർഭത്തിൽ തന്റെ പ്രിയപത്നി ഹാജറയെയും ഇസ്മായിലിനെയും മക്കയിൽ താമസിപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ, മക്കയിൽ ഉപേക്ഷിച്ചുകൊണ്ട് പടച്ചവന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം അലൈഹിസ്സലാം പോകുമ്പോൾ ആ മഹാനായ പ്രവാചകൻ നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഇസ്മായിൽ ചെറിയ കുഞ്ഞാണ്, കൈക്കുഞ്ഞാണ്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം എന്നാണ്. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയത്തി, പടച്ചവനെ എന്റെ സന്തതി പരമ്പരകളിൽ വിഭാഗത്തെ ഞാൻ ഇവിടെ പാർപ്പിച്ചിരിക്കുകയാണ്. എവിടെ? ബിവാദിൻ ഗൈരി ദി സർഇൻ ഇൻദ ബൈതിക്കൽ മുഹറം, ഒരു ജലശൂന്യമായ ഫലശൂന്യമായ വളരെ ഊഷരമായ മരുഭൂമിയിൽ, ജലശൂന്യമോ ഫലശൂന്യമോ ജലശൂന്യമോ ആയ എല്ലാ അർത്ഥത്തിലും ശൂന്യമായ മരുഭൂമിയിൽ വിട്ടേച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. എന്താണ് അവിടെ ഉപേക്ഷിച്ചു പോകാനുള്ള ന്യായം? ഇന്ദ ബൈതിക്കൽ മുഹറം, നിന്റെ ആദരണീയമായ ഭവനത്തിന് സമീപമാണ്. നിന്റെ ആദരണീയമായ ഭവനത്തിന് സമീപമാണ്. ഇതിനു ശേഷം, വർഷങ്ങൾക്ക് ശേഷമാണ് ഇബ്രാഹിം അലൈഹിസ്സലാമും ഇസ്മായിൽ അലൈഹിസ്സലാമും കൂടി കഅബയുടെ പുനർനിർമ്മാണം സാധിക്കുന്നത്. അപ്പോ പരിശുദ്ധ കഅബ അവിടെ ഉണ്ട്, അതിന്റെ സ്ഥാനം അവിടെ ഉണ്ട്, അല്ലെ? വൈദി യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വഇസ്മാഈൽ, ഇബ്രാഹിമും തന്റെ മകൻ ഇസ്മായിലിന്റെ കൂടെ ആ പരിശുദ്ധ ഭവനത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതിനെ സംബന്ധിച്ച്, അതിന്റെ ഭിത്തികൾ പടുതുയർത്തിയതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത് എവിടെയാണ്? അപ്പോ കഅബ എന്ന് പറയുന്നത് നേരത്തെ തന്നെ ഇവിടെ ഉള്ളതാണ്. ആ ചിരപുരാതനമായ ഭവനമാണ്, ആദരണീയമായ ഭവനമാണ്, പടച്ചവന്റെ ആ ഭവനം. ഞാൻ പറയുന്നത് അത് കാണുന്നത് തന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു അനുഭൂതിയാണ്. ആ അനുഭൂതി ഒരിക്കലും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അത് അനുഭവിച്ചവർക്ക് അറിയാൻ സാധിക്കും. അത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതുമാണ്. മതാഫിൽ ഇറങ്ങിക്കൊണ്ട് ആ പരിശുദ്ധ ഭവനം തവാഫ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു ആത്മീയമായ നിർവൃതിയുണ്ട്. വല്ലാത്തൊരു മനസ്സിന് ലഭിക്കുന്ന വല്ലാത്തൊരു ആത്മീയമായ നിർവൃതിയും ഒരു ആനന്ദവുമുണ്ട്. അതും മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയാത്ത സംഗതിയാണ്. അത് അനുഭവിച്ചു തന്നെ അറിയേണ്ടതാണ്. നമുക്കറിയാമല്ലോ, എല്ലാ പള്ളികളും, ഭൂമിയിലുള്ള എല്ലാ പള്ളികളും പടച്ചവന്റേതാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, എല്ലാ ഭവനങ്ങളും നിശ്ചയമായും അല്ലാഹുവിന്റേതാണ് എന്നിരിക്കെ തന്നെ എല്ലാ പള്ളികളും പടച്ചവന്റേതാണെങ്കിലും പടച്ച റബ്ബ് എന്റെ ഭവനം ബൈത്തിയ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ കഅബയെ മാത്രമാണ്. എന്റെ ഭവനം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത് പരിശുദ്ധ കഅബയെ മാത്രമാണ്. ഈ എന്റെ വീട് എന്ന് പറയുമ്പോൾ പടച്ചവന്റെ ആ പ്രയോഗത്തിന് വല്ലാത്തൊരു വൈകാരികതയുണ്ട്. നമ്മളൊക്കെ വീടുകളെ കുറിച്ച്, നമ്മുടെ വീടുകളെ കുറിച്ച് പല സങ്കല്പങ്ങളും പല സ്വപ്നങ്ങളും പല പ്രതീക്ഷകളും വെച്ച് പുലർത്തുന്നവരാണ്. പലപ്പോഴും സ്വപ്നങ്ങൾക്കും സങ്കല്പങ്ങൾക്കുമാണ് നമ്മൾ പേര് പോലെ നൽകാറുള്ളത്. നമ്മുടെ കുട്ടികൾക്കൊക്കെ നമ്മൾ പേരിടുമ്പോൾ അവരെ കുറിച്ച് നമ്മുടെ പ്രതീക്ഷകളും നമ്മുടെ മക്കളെ കുറിച്ച് നമ്മുടെ സങ്കല്പങ്ങളും ഒക്കെ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. നമ്മുടെ വീടുകൾക്ക് പേര് നൽകുന്നിടത്തും ചിലപ്പോഴൊക്കെ അത് നമ്മൾ പരിഗണിക്കാറുണ്ട്. പ്രിയമുള്ളവരെ, അറബിയിൽ വീട് എന്ന പ്രയോഗത്തിൽ, വീട് എന്ന ആ വീടിന് പല രീതിയിലും അറബിയിൽ പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ബൈത്ത് എന്ന് തന്നെയാണ്. ബൈത്ത് എന്ന വാക്കിന്റെ അർത്ഥം രാത്രി കഴിച്ചു കൂട്ടുന്ന സ്ഥലം എന്നാണ്. വീടിൽ അറബിയിൽ പ്രയോഗിക്കുന്ന മറ്റൊരു പ്രയോഗം മൻസിൽ എന്നാണ്. മൻസിൽ എന്ന് പറഞ്ഞാൽ ഇറങ്ങി താമസിക്കുന്ന സ്ഥലം എന്നാണ്. ഇറങ്ങി താമസിക്കുന്ന സ്ഥലം എന്നാണ്. മൂന്നാമത്തെ ഒരു പ്രയോഗം വീടിനുള്ളത് ദാർ എന്നാണ്. ദാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചു നിൽക്കുന്ന സ്ഥലം എന്നാണ്. അപ്പൊ
എന്ന വാക്കിന്റെ ഒരർത്ഥം ചുറ്റിത്തിരിയുന്നത് എന്നുമാണ്. നമ്മുടെ വീടിനെ ചുറ്റിപ്പറ്റി ഒരുപാട് സ്വപ്നങ്ങൾ നമുക്കുണ്ടാകും. നമ്മുടെ വീടിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് പല പ്രതീക്ഷകളും ആഗ്രഹങ്ങളും നമുക്കുണ്ടാകും. അഥവാ നമ്മുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ കേന്ദ്രീകരിച്ചു നിൽക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാണ് വീടിന് ദാർ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത്. വീടിന് അറബിയിൽ തന്നെ പറയുന്ന മറ്റൊരു പേരാണ് മസ്കൻ എന്നത്. സുക്കൂൻ എന്ന് പറഞ്ഞാൽ ശാന്തിയാണ്. അപ്പൊ ശാന്തി അടയാനുള്ള ഇടമാണ് മസ്കൻ എന്ന് പറയുന്നത്. നമുക്കൊക്കെ അനുഭവിച്ചറിയുന്ന കാര്യമാണ്. നമ്മൾ എവിടേക്ക് പോയാലും, എത്ര സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നമ്മൾ താമസിച്ചാലും, നമ്മുടെ സ്വന്തം വീടുകളിൽ തിരിച്ചെത്തുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന വല്ലാത്തൊരു മനസ്സമാധാനമുണ്ട്, വല്ലാത്തൊരു ശാന്തിയും. അതാണ് മസ്കൻ എന്ന് പറയുന്നത്. അപ്പൊ വീടിന് നൽകപ്പെട്ടിട്ടുള്ള ബൈത്താണെങ്കിലും മൻസിലാണെങ്കിലും ദാറാണെങ്കിലും മസ്കനാണെങ്കിലും ഈ പ്രയോഗങ്ങളൊക്കെ തന്നെ ബൈത്തുൽ മുഹറം അല്ലെങ്കിൽ ബൈത്തുൽ അതീഖ് അല്ലെങ്കിൽ ബൈത്തുള്ള എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധ കഅബാലയത്തിലും ചേരുന്ന പേരുകളാണെന്ന് അവയുടെ ആശയം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും. പരിശുദ്ധ കഅബയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ഖുർആൻ നടത്തുന്ന മറ്റൊരു പ്രയോഗമുള്ളത് ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ് എന്നാണ്. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ കഅബ മന്ദിരത്തെ ജനങ്ങൾക്ക് നിലനിൽപ്പിനുള്ള ആധാരമായി നിശ്ചയിച്ചിരിക്കുന്നത്. ഈ സ്വഭാവത്തിലുള്ള പ്രയോഗം അഥവാ ഖിയാമൻ എന്ന പദം പരിശുദ്ധ ഖുർആൻ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളെ കുറിച്ചാണ് ഖുർആൻ പ്രയോഗിച്ചിരിക്കുന്നത്. ഒന്ന് ധനത്തെ കുറിച്ചാണ്. അംബാലക്കുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. അംബാലക്കുമുല്ലത്തി ജഅലല്ലാഹു ലക്കും ഖിയാമ. നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന്റെ നിലനിൽപ്പിനാധാരമായ സമ്പത്ത്, ധനം. രണ്ടാമത്തെ പ്രയോഗം പരിശുദ്ധ കഅബയെ കുറിച്ചാണ്. ജഅലല്ലാഹുൽ കഅബത്തൽ ബൈത്തൽ ഹറാമ ഖിയാമൻ ലിന്നാസ്. അപ്പൊ നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന്റെ നിലനിൽപ്പിന് ആധാരമാണ്, അതിന്റെ നട്ടെല്ലാണ് ധനം എന്നതുപോലെ, സമ്പത്ത് എന്നതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു മറുവശമുണ്ടല്ലോ, അഥവാ നിങ്ങളുടെ ആത്മീയ വശമുണ്ടല്ലോ. ആ ആത്മീയ ജീവിതത്തിന്റെ നട്ടെല്ലാണ് മുഴുവൻ പള്ളികളുടെയും കേന്ദ്രമായി നിലകൊള്ളുന്ന പരിശുദ്ധ കഅബ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്റെ മദീന ജീവിതകാലത്ത് സൂറത്തുൽ ബഖറയിൽ മുസ്ലിം ഉമ്മത്തിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറയുകയുണ്ടായി, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ. അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ, അല്ലേ? വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദ. അല്ലാഹുവിന്റെ റസൂൽ എപ്രകാരമാണോ നിങ്ങളുടെ മേൽ ദീനിന്റെ സാക്ഷികളായത്, അതേ പ്രകാരം നിങ്ങൾ ജനങ്ങൾക്ക് മേൽ ദീനിന്റെ സാക്ഷികളാകാൻ, അഥവാ പ്രവാചകനും ജനങ്ങൾക്കുമിടയിൽ നിന്നുകൊണ്ട് അംബിയ മുർസലുകൾ ഈ ലോകത്ത് നിർവഹിച്ച ദൗത്യം ഏൽപ്പിക്കപ്പെട്ട സമുദായമാണ് നിങ്ങൾ എന്നുള്ള ഒരു പ്രയോഗം നടത്തുന്നു. ഈ ഒരു കാര്യം എടുത്തു പറയുന്ന ഒരു സന്ദർഭം പടച്ചറപ്പ് പരിശുദ്ധ ഖുർആനിൽ എങ്ങനെയാണ് അല്ലാഹു ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിച്ചാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഒരു പ്രത്യേക രീതിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കാര്യത്തെ വിശ്വാസികളുടെ മേൽ ഏൽപ്പിക്കുന്ന ഈ ഒരു കാര്യം അല്ലാഹു ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വല്ലാത്ത രീതിയിലാണ്. വിശ്വാസി സമൂഹത്തിന്റെ ഖിബ്ല വളരെ പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുകയാണ്. അന്ന് വരെ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നമസ്കരിച്ചിരുന്ന സത്യവിശ്വാസികളോട്, പ്രവാചകനോടും അനുയായികളോടും ഇനി മുതൽ പരിശുദ്ധ കഅബയിലേക്ക് തിരിഞ്ഞു നമസ്കരിക്കാൻ അല്ലാഹു കൽപ്പിക്കുകയാണ്. മദീനയിൽ വിശ്വാസികൾ പ്രവാചകനും അനുയായികളും എത്തിയിട്ട് കേവലം 19 മാസങ്ങളെ ആയിട്ടുണ്ടായിരുന്നു. കഅബാലയത്തിൽ ഉണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളും അവിടെ തന്നെ ഉണ്ടായിരുന്നു. അവക്കൊന്നിനും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തിനാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഖിബ്ല മാറ്റത്തിനുള്ള കാരണം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഖിബ്ല മാറ്റം അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് ആവശ്യപ്പെടുന്നത്? പലരും അതേപ്പറ്റി സത്യവിശ്വാസികളോട് ചോദിക്കുന്നുണ്ട്. ജൂതരും ക്രൈസ്തവരും ഒക്കെ അതിനെക്കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സംഭവിച്ചത് എന്താണെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പ്രഖ്യാപിക്കുകയാണ്. സയഖൂലു സുഫഹാഉ മിനന്നാസി മാ വല്ലാഹും അൻ ഖിബ്ലതിഹിം അല്ലതി കാനൂ അലൈഹാ ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ് യഹ്ദി മൻ യശാഉ ഇലാ സിറാത്തിൽ മുസ്തഖീം. വിഡ്ഢികളായ ജനം ചോദിക്കുകയാണ്, സയഖൂലു സുഫഹാഉ, നമസ്കാരത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന ഖിബ്ലയിൽ നിന്നും അവരെ പെട്ടെന്ന് തെറ്റിച്ചു കളഞ്ഞത് എന്താണ് എന്ന് വിഡ്ഢികൾ ചോദിക്കുന്നുവെന്നാണ് ഖുർആന്റെ പ്രയോഗം. യഥാർത്ഥത്തിൽ ഈ ചോദ്യം ഒരു വിഡ്ഢിത്തമല്ലല്ലോ. 19 മാസമായി അഭിമുഖീകരിച്ചു കൊണ്ടിരുന്ന അൽ അഖ്സ മസ്ജിദിൽ
നിന്നും ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് കഅബയിലേക്ക് കിബില മാറാൻ എന്ത് ന്യായമാണുള്ളത് എന്ന ചോദ്യം ഒരു വിഡ്ഢി ചോദ്യമല്ല യഥാർത്ഥത്തിൽ. എന്നാൽ പരിശുദ്ധ ഖുർആൻ സയഖൂലു സുഫഹാ, വിഡ്ഢികളായ ജനം ചോദിക്കുന്നു എന്ന് പറയുന്നത് ഖിബ്ല മാറ്റത്തിന്റെ അടിസ്ഥാനം, ഖിബ്ല മാറ്റത്തിന്റെ മർമ്മം എന്താണെന്ന് മനസ്സിലാക്കാൻ ആ ജനത്തിന് കഴിയാതെ പോയതിലെ വിഡ്ഢിത്വത്തെ കുറിച്ചാണ്. മസ്ജിദുൽ അഖ്സയിൽ നിന്നും മസ്ജിദുൽ ഹറാമിലേക്ക് ഖിബ്ല മാറുന്നു എന്നത് കേവലമായ ഒരു ദിശാമാറ്റമായിട്ടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. കേവലമായ ഒരു ദിശാമാറ്റമായിട്ടല്ല പരിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നത്, മറിച്ച് അതൊരു നേതൃമാറ്റം കൂടിയായിട്ടാണ്. അതുവരെ അള്ളാഹുവിന്റെ ദീനിന്റെ വാഹകരായി ഉണ്ടായിരുന്നത് ബനൂ ഇസ്രായേൽ സമൂഹമായിരുന്നു. എന്നാൽ ഇനി മുതൽ പടച്ചവന്റെ ദീനിനെ ഔദ്യോഗികമായി പ്രതിനിധീകരിക്കാൻ പ്രാപ്തിയുള്ളവർ ഇസ്ലാമിക സമൂഹമാകാൻ പോവുകയാണ്. അതുകൊണ്ട് മസ്ജിദുൽ അഖ്സയിൽ നിന്നും ആ ലീഡർഷിപ്പ്, മസ്ജിദുൽ അഖ്സയിൽ നിന്നും മനുഷ്യ സമൂഹത്തിന്റെ ലീഡർഷിപ്പ് മസ്ജിദുൽ ഹറാമിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൈമാറ്റം ചെയ്യുകയാണ്. ഈ മാറ്റത്തിന്റെ മർമ്മം മനസ്സിലാക്കാത്തവരാണ് എന്തുകൊണ്ടാണ് ഖിബ്ല മാറിയത് എന്ന് ചോദിക്കുന്നത്. ആ മാറ്റം മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നവരുടെ മൂഢതയെ, വിഡ്ഢിത്തത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്നു. ഖുൽ ലില്ലാഹിൽ മശ്രിഖു വൽ മഗ്രിബ്, പറയുക പ്രവാചകരെ, കിഴക്കും പടിഞ്ഞാറും ഒക്കെ പടച്ചവന്റേതാണ്. അപ്പൊ പിന്നെ ഇതുവരെ തിരിഞ്ഞ കിഴക്കോട്ട് തന്നെ തിരിഞ്ഞാൽ പോരെ എന്നതിന്റെ മറുപടിയാണ് തൊട്ടുടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസത്തൻ ലിതകൂനു ശുഹദാ അലന്നാസ് വയകൂന റസൂലു അലൈക്കും ഷഹീദാ. അപ്രകാരം നാം നിങ്ങളെ ഒരു മധ്യമ സമുദായമാക്കിയിരിക്കുന്നു, പടച്ചവനും ജനങ്ങൾക്കും ഇടയിൽ അംബിയാ മുർസലുകളുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ജനങ്ങൾക്കും പടച്ചവനും നിലകൊള്ളേണ്ട ഒരു സമുദായമായി നിങ്ങളെ നിശ്ചയിച്ചിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ന്യായത്തെ കുറിച്ച് പറയുകയാണ്. നിങ്ങൾ ജനങ്ങൾക്ക് മേൽ അള്ളാഹുവിന്റെ ദീനിന്റെ സാക്ഷികളാകാൻ. അപ്പൊ പ്രിയമുള്ള, പരിശുദ്ധ കഅബ എന്ന് പറയുന്നത് ചിരപുരാതനമായ ഭവനം ബൈത്തുൽ അതീഖ് മാത്രമല്ല, അങ്ങേറ്റം ആദരണീയവും പരിശുദ്ധവുമായ ബൈത്തുൽ ഹറാം, പവിത്രവുമായ ഭവനം മാത്രമല്ല, മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ ജീവിതത്തിന് നിലനിൽപ്പിനുള്ള കേന്ദ്രസ്ഥാനമാണെന്ന് മാത്രമല്ല, ലോകത്തിന് നേതൃത്വം വഹിക്കുവാനുള്ള, ലോക ജനതയ്ക്ക് മുമ്പിൽ നേതൃപദവി അലങ്കരിക്കാനുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെ യോഗ്യതയുടെയും അർഹതയുടെയും അടയാളം കൂടിയാണ് പരിശുദ്ധ കഅബ എന്ന് തിരിച്ചറിയുവാൻ ഉമ്മത്ത് മുസ്ലിമേക്ക് കഴിയേണ്ടതുണ്ട്. ഹുദല്ലിൽ ആലമീൻ, ലോകത്തിന് മുഴുവനും വെളിച്ചം ലഭിക്കേണ്ട കേന്ദ്രം, ലോകത്തിന് മുഴുവനും മാർഗദർശനം ലഭിക്കേണ്ട കേന്ദ്രം. പരിശുദ്ധ ഖുർആനെ കുറിച്ചും ഖുർആൻ അങ്ങനെ ഒരു പ്രയോഗം നടത്തിയിട്ടുണ്ട്, ഹുദല്ലിൽ ആലമീൻ, ഹുദല്ലിന്നാസ്, ജനങ്ങൾക്ക് ഹുദയാണ്. അതുപോലെ തന്നെ ഹുദല്ലിൽ ആലമീൻ, പരിശുദ്ധ കഅബയെ കുറിച്ചുള്ള ഖുർആന്റെ പ്രയോഗം അതാണ്. അപ്പൊ പരിശുദ്ധ കഅബയിലേക്ക് വിശ്വാസികളുടെ ഖിബ്ല മാറ്റം ദിശാമാറ്റം മാത്രമായിരുന്നില്ല, മറിച്ച് ഒരു നേതൃമാറ്റം എന്നുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കണം. അപ്പൊ ആ നേതൃപദവിയിൽ നിന്നുകൊണ്ട് ലോകത്തെ വഴി നടത്താൻ ചുമതലപ്പെടുത്തപ്പെട്ട ഒരു സമൂഹം എന്ന നിലയിൽ പരിശുദ്ധ കഅബ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു ലോക നേതൃത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ച ഒരു ഉമ്മത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ലോകത്തെ നേർവഴിയിലേക്ക് നയിക്കാൻ അന്തസ്സും അഭിമാനവും ആർജവുമുള്ള ഒരു ഉമ്മത്തായി നിലനിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധകരും പ്രചാരകരുമാകാൻ, അതുവഴി ജനങ്ങൾക്ക് മേൽ ദീനിന്റെ സാക്ഷികളാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് പ്രാപ്തി നൽകി, കഴിവ് നൽകി, യോഗ്യത നൽകി, തൗഫീഖ് നൽകി, സാഹചര്യങ്ങൾ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. الحمد لله الذي أنعم علينا وهدانا إلى دين الإسلام صلى الله على نبي بعده وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين وجعلنا معهم يا أرحم الراحمين. أيها الإخوان والأخوات، أوصيكم ونفسي ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സഹോദരന്മാർ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചു പഠിച്ചവനെ ഭയപ്പെട്ടു അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല റൂഹ് പിരിയുന്ന നേരം വരെയും പഠിച്ചവന്റെ ദീനിന്റെ മാർഗത്തിൽ നിലനിന്നു പോകാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ ഹജ്ജും കഅബയും അതിന്റെ പരിസര പ്രദേശങ്ങളുമൊക്കെ ധാരാളമായി ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം
അത് ഉണർത്തുന്ന വളരെ ജ്വലിക്കുന്ന സ്മരണകൾ എന്ന് പറയുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ മഹാനായ പ്രവാചകന്റെ കുടുംബാംഗങ്ങളെയും കുറിച്ച് കൂടിയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ ചങ്ങാതിയായി തിരഞ്ഞെടുത്തു. പടച്ചവന്റെ ഖലീലും ജനങ്ങളുടെ ഇമാമുമായിട്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം അടയാളപ്പെടുത്തപ്പെട്ടിരുന്നത്. ഒരേ സമയം അള്ളാഹുവിന്റെ ചങ്ങാത്തത്തിന് അർഹത നേടിയെന്നതോടൊപ്പം ജനങ്ങളുടെ നേതൃത്വത്തിനും യോഗ്യത കൈവരിച്ചു എന്നതാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പ്രത്യേകത. ഇതിന് രണ്ടിനും ചില ന്യായങ്ങൾ ഉണ്ടായിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പരിചയപ്പെടുത്തുന്നിടത്ത് ഹനീഫ് എന്ന ഒരു പദം പ്രയോഗിച്ചിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ഹനീഫായി. ഹനീഫ് എന്ന് പറഞ്ഞാൽ മായിലൻ ഇലൽ ഹഖ്, മായിലൻ ഇലൽ ഹഖ് എന്നാണ് അതിനെ വിശദീകരിച്ചത് മുഫസ്സിറുകൾ. സത്യത്തിലേക്ക് തിരിഞ്ഞവൻ, സത്യത്തിലേക്ക് തിരിഞ്ഞവൻ. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ദിക്കും ദിശയും ഒക്കെ പടച്ചവന്റെ ദീനായിരുന്നു, അള്ളാഹുവിന്റെ കൽപ്പനകളായി എന്നല്ല പടച്ചവൻ തന്നെയായി. അതോടൊപ്പം ആ പടച്ചവന് വേണ്ടി താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പടച്ചവന് വേണ്ടി എന്തും ത്യജിക്കാനുള്ള, എന്തും കൈയൊഴിയുവാനുള്ള സന്നദ്ധതയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിലുടനീളം പ്രകടിപ്പിക്കുന്നത്. അപ്പൊ ഇമാമുന്നാസായി നമ്മുടെ മുമ്പിലുണ്ട് മില്ലത്ത അബീക്കും ഇബ്രാഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. നിങ്ങൾ ഇബ്രാഹിമിന്റെ മില്ലത്തിൽ ഉൾപ്പെടുവിൻ അള്ളാഹു ആവശ്യപ്പെടുന്നു. ആ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ സ്വഭാവ സവിശേഷതകൾ നമ്മുടെ ജീവിതവുമായി തട്ടിച്ചു നോക്കാൻ, താരതമ്യം ചെയ്യാൻ, വിള്ളലുകളും വിടവുകളും കണ്ടെത്തി തിരുത്താനുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പരിശുദ്ധ ഈ ദുൽഹജ്ജ് മാസവും ഹജ്ജ് കർമ്മങ്ങളും അതിനെക്കുറിച്ചുള്ള ഓർമ്മകളും ഒക്കെ നമുക്ക് കാരണമാകേണ്ടത്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറ്റൊരു പ്രത്യേകത ലക്ഷണമൊത്ത ഒരു കുടുംബനാഥനായിരുന്നു എന്നത് കൂടിയാണ്. ലക്ഷണമൊത്ത ഒരു കുടുംബനാഥൻ. കുടുംബം ഏറെ വെല്ലുവിളികൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കുടുംബഘടന തന്നെ അങ്ങേയറ്റം ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന, കുടുംബ ശൈഥില്യങ്ങൾ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന, ദാമ്പത്യ തകർച്ചകൾ വളരെ സാർവത്രികമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം ഏറെ വിജയിച്ച ഒരു കുടുംബനാഥൻ എന്നാണ്. അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ട ഒരു കുടുംബത്തെ സംവിധാനിക്കുന്നതിൽ വിജയിക്കാൻ കഴിഞ്ഞ ഒരു മാതൃക ഇബ്രാഹിം അലൈഹിസ്സലാമിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കൺസേൺ എവിടെയും തന്റെ കുടുംബമാണ്. കുടുംബം എപ്പോഴും ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു സജീവ പരിഗണനയിൽ നമ്മൾ കാണുന്നു. ആ പ്രാർത്ഥനകളിൽ നമ്മൾ അത് കാണുന്നു. പല പ്രാർത്ഥനകളിലും അല്ലെ, ഓരോ സന്ദർഭത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാം പ്രാർത്ഥിക്കുമ്പോൾ കുടുംബത്തെ കുറിച്ചുള്ള പ്രത്യേകമായ പരാമർശങ്ങൾ അതിൽ കാണുന്നു. ലോക നേതൃത്വം ഏൽപ്പിക്കുമ്പോൾ ഒമിൻ ദുരീയത്തിന, പടച്ചവനെ ഈ നേതൃത്വം എനിക്ക് മാത്രമാണോ, അതല്ല എന്റെ സന്തതി പരമ്പരകൾക്കും ഈ നേതൃത്വം ഉണ്ടാകും. അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. ഇനി ജാഅലുക ലിന്നാസി ഇമാമ എന്ന് പറയുമ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ചോദ്യം ഖാല വമിൻ ദുരിയത്തി, പടച്ചവനെ എന്റെ സന്തതി പരമ്പരകൾ. പരിശുദ്ധ കഅബയുടെ പുനർനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്ന വേളയിലും ആ പ്രവാചകൻ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നത് റബ്ബനാ വജഅൽനാ മുസ്ലിമീന വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ, പടച്ചവനെ ഞങ്ങളെ രണ്ടുപേരെയും, എന്നെ മാത്രമല്ല എന്റെ മകനെയും നിനക്ക് ജീവിതത്തെ സമർപ്പിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ മകന്റെ അജണ്ട പിതാവ് നിർണ്ണയിക്കുകയാണ്. മകനെ കുറിച്ചുള്ള സ്വപ്നം പിതാവ് പടച്ചവനുമായി പങ്കുവെക്കുകയാണ്. അത് പ്രാർത്ഥനയായി നാഥനിലേക്ക് വരികയാണ്. മകന്റെ മാത്രമല്ല വമിൻ ദുരിയത്തിനാ ഉമ്മത്തൻ മുസ്ലിമത്തല്ലേ, പേരക്കുട്ടികളുടെ കാര്യത്തിലും ഇബ്രാഹിം അലൈഹിസ്സലാമിന് സ്വപ്നമുണ്ട്, ആഗ്രഹമുണ്ട്, പ്രതീക്ഷയുണ്ട്. പടച്ചവനെ എന്നെ ഈ നിന്റെ ഭവനത്തിന് സമീപം എന്റെ സന്തതി പരമ്പരകളെ റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുരിയത്തി ബിവാദിൻ ഗൈരി ദി സറഖിൻ ഇൻദ ബൈതിക്കൽ മുഹറം എന്ന് പറഞ്ഞിട്ട് റബ്ബന ലിയുഖീമുസ് സ്വലാ, എന്റെ സന്തതി പരമ്പര ഇവർ നമസ്കാരം നിലനിർത്തുന്നവരായി വളരണം. പടച്ചവനെ കീഴ്പ്പെട്ടുകൊണ്ട് ഇഖാമത്തു സ്വലാത്തിന്റെ കാര്യത്തിൽ ജാഗ്രതയുള്ളവരായി എന്റെ സന്തതി പരമ്പരകൾ വളർന്നു വരണം. അതുകൊണ്ടാണ് ഈ ജനശൂന്യമായ ഈ മരുഭൂമിയിൽ ഇവരെ ഉപേക്ഷിച്ചുകൊണ്ട് ഞാൻ പോകുന്നത്. ഇങ്ങനെ ഓരോ സന്ദർഭത്തിലും കുടുംബം ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഒരു വലിയ കൺസേൺ ആയിരുന്നു. അങ്ങനെ വളർത്തിയെടുക്കപ്പെട്ടത് കൊണ്ടാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന് തന്റെ ദൗത്യം വളരെ സമാധാനത്തോടു കൂടി നിർവഹിക്കാൻ സാധിച്ചത് എന്ന് കൂടി നമുക്ക് കാണാൻ സാധിക്കും. പടച്ചവന്റെ ഏത് കൽപ്പനകളെയും വളരെ മനോഹരമായി ഇബ്രാഹിം അലൈഹിസ്സലാമിന് അക്കമഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് കുടുംബത്തിന്റെ ഈ ഒരു സംസ്കരണ പ്രക്രിയയിൽ വിജയിക്കാൻ കഴിഞ്ഞത് കൊണ്ടാണ്. കാരണം മക്കയിൽ ഇവരെ ഉപേക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു തോൽപാത്രത്തിൽ ഒരൽപ്പം വെള്ളവും ഏതാനും കാരക്കുകളും മാത്രമാണുള്ളത്. ഹാജറ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ടല്ലോ, അല്ലാഹു അമറക ബിഹാദാ, ഇബ്രാഹിം താങ്കൾ പോകുന്നത് പടച്ചവൻ കൽപ്പിച്ചിട്ടാണ്. നഅം എന്ന് മറുപടി പറയുമ്പോൾ പിന്നെ ഹാജറക്ക് വെപ്രാളമില്ല, ഒരു ബേജാറില്ല, ഒരു അസ്വസ്ഥതയില്ല. കാരണം ഭർത്താവ് പടച്ചവന്റെ മാർഗത്തിലാണെങ്കിൽ ഭാര്യയ്ക്ക് അന്നത്തെ കുറിച്ചുള്ള ആശങ്ക വേണ്ട എന്നതാണ്. മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് ഒരു പിതാവ് നടത്തുന്ന ഒരു സംഭാഷണമുണ്ട് അല്ലെ.
പിതാവ് നടത്തുന്ന സംഭാഷണമുണ്ട്. ഇന്നി അറാഫിൽ മനാമി അന്നി അദ്ബഹു, പ്രിയപ്പെട്ട മോനെ, നിന്നെ ബലിയിറക്കുന്നതായി അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് സ്വപ്നം കാണിച്ചു തന്നിരിക്കുന്നു. ഫൻദുർ മാദാ തറ, എന്താണ് അതിനെക്കുറിച്ച് നിനക്ക് പറയാനുള്ളത്? അപ്പൊ പിതാവ് ചെറിയ പ്രായം മുതൽ തന്നെ ഇസ്ലാമികമായ അടിത്തറകളിൽ വളർത്തിയെടുത്ത തന്റെ മകൻ, ആ മകന്റെ പ്രതികരണം പിതാവിനേക്കാളും ഉയർന്നതുകൊണ്ടാണ്. യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. എന്താണോ അല്ലാഹു കൽപ്പിച്ചത് അത് പ്രവർത്തിച്ചു കൊള്ളുക. ഇഫ്അൽ മാ തുഅ്മർ, ഇത് മലക്കുകളെ കുറിച്ചാണ് ഖുർആനിൽ പ്രയോഗമുള്ളത്. കൽപ്പിച്ചത് പ്രവർത്തിക്കുക. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂന എന്ന പ്രയോഗമുള്ളത് മലക്കുകളെ സംബന്ധിച്ചാണ്. അപ്പോ ആ മകൻ മലക്കുകളോളം ഉയർന്നു നിന്നു എന്നാണ് അൽ മാ തുഅ്മർ. ഞാൻ പറയുന്നത് ഇങ്ങനെ ദീനീ മാർഗത്തിൽ പൂർണ്ണമായ പിന്തുണയുള്ള ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ, കുടുംബത്തെ വളർത്തിയെടുക്കാൻ സാധിച്ചിടത്താണ് ഇബ്രാഹിം അലൈഹി ഇസ്ലാം വിജയിക്കുന്നത്. അപ്പോൾ വ്യക്തി എന്ന നിലക്കും കുടുംബം എന്ന നിലക്കും വളരെ മനോഹരമായ മാതൃക അവശേഷിപ്പിച്ചു കൊണ്ടുപോയ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജീവിതത്തെ കൂടുതൽ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും അത് നമ്മുടെ ജീവിതത്തിലേക്ക് പറിച്ചു നടുവാനും സാധ്യമാകുന്ന അളവിൽ ഇത്തരം ഒരു സന്ദർഭത്തിൽ ഏറെ പ്രസക്തിയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് അറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസം കുവൈത്തിലുണ്ടായ തീപിടുത്തത്തിൽ ഒരുപാട് സഹോദരങ്ങൾ മരണപ്പെടുകയുണ്ടായി. മലയാളികളായ കുറെ സഹോദരങ്ങളുണ്ട്, അതല്ലാത്തവരുമായിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ടു പോയ ഹതഭാഗ്യരെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായി പ്രവാസ ജീവിതത്തിന് തുടക്കമിട്ടവരും തുടർച്ചയിലുള്ളവരുമൊക്കെയായി വീട് താമസത്തിന് വേണ്ടി തിരിച്ച് നാട്ടിലേക്ക് വരാൻ ടിക്കറ്റ് എടുത്തവർ, വിവാഹം തീരുമാനിച്ച് വിവാഹം ഉറപ്പിച്ചു പോയവർ, അവിടെ പലവിധ ബാധ്യതകളും തീർക്കാൻ വേണ്ടി പോയി ഏതാനും ആഴ്ച മാത്രം പിന്നിട്ടവർ, ഇങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളുമായി പ്രവാസ ജീവിതം തിരഞ്ഞെടുത്ത ആ സഹോദരങ്ങൾക്കാണ് അപ്രതീക്ഷിതമായ ഒരു അഗ്നിബാധയിൽ അവരുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആല ഇത്തരം അപകട മരണങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്നൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ നാടിനെയും സഹോദരങ്ങളെയും ബന്ധുക്കളെയും ഒക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ആ മരണപ്പെട്ടു പോയ സഹോദരങ്ങൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾ അല്ലാഹു ക്ഷമയും സഹനയും അവരുടെ വേർപാടിലുള്ള ആ ദുഃഖത്തിലൊക്കെ ആശ്വാസവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇടയിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരി സഹോദരങ്ങൾ, വേണ്ടപ്പെട്ടവർ, റബ്ബ് അവരുടെയൊക്കെ ബർസഖുകളെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി നമ്മെയും അവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗികളോട് അല്ലാഹു കരുണ കാണിക്കുമാറാകട്ടെ. മാരകവും ഗുരുതരവുമായ രോഗങ്ങളിൽ നിന്നാകും നമ്മെയും കുടുംബത്തെയും ഒക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم دمر أعداءك وأعداء الدين. اللهم أصلح لنا ديننا الذي هو عصمة أمرنا، وأصلح لنا دنيانا التي فيها معاشنا، وأصلح لنا آخرتنا التي إليها معادنا. اللهم اجعل الحياة زيادة لنا في كل خير، واجعل الموت راحة لنا من كل شر. اللهم أجرنا من خزي الدنيا وعذاب الآخرة. توفنا وأخلنا مسلمين وألحقنا بالصالحين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصفون.